വെൽക്കം ടു ടെസ്റ്റ് സ്റ്റോറീസ് ചാപ്റ്റർ 3. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ചാപ്റ്റേഴ്സ് ഇങ്ങനെ വരുന്നു 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് വരുന്നു എന്ന് ഓർത്ത് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബ്ലോഗിങ് ആണ്. എന്നാൽ കൂടി എക്കണോമിക്സ് ടേംസിനെ നമ്മൾ കുറച്ചുകൂടി റിയൽ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് വെച്ചിട്ട് അതിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കുകയാണ്. എക്കണോമിക്സ് ടേംസ് തന്നെയാണ് നമ്മൾ സാധാരണ ജീവിതത്തിൽ പൈസയ്ക്കാണല്ലോ, പൈസയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളും അങ്ങനത്തെ കുറേ നമ്മളുടെ റിയൽ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ എക്കണോമിക്സ് ടേംസിൻ്റെ ഒരു സാന്നിധ്യത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്കെപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കാറുണ്ടല്ലേ. പക്ഷേ ചില ഡിസിഷൻസ് എടുക്കുമ്പോൾ നമുക്ക് ചില നഷ്ടപ്പെടലുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ നഷ്ടപ്പെടലുകളെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് പറയുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു 2 ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെടുന്നു ആസ് എ സെയിം ടൈം, പക്ഷേ എനിക്ക് ഒരെണ്ണം വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരെണ്ണേ വാങ്ങിക്കുള്ളൂ. ആ ഒരെണ്ണം വാങ്ങിക്കുമ്പോഴും അതർ ഓപ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിനൈ ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ലോസ് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് രണ്ടും സെയിം ടൈം. അപ്പോൾ ഇതിനെ നമ്മൾ കുറച്ചും കൂടി റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ട് കണക്ട് ചെയ്താലോ. ഓക്കെ, നമ്മൾ ഫോൺ യൂസ് ചെയ്യാറുണ്ട്, സെയിം ടൈം നമുക്ക് ഒരു സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഫോണിൽ തന്നെ ഉണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് ലീഷർ ടൈം, ഒരു ഫൺ ടൈം ആവശ്യമാണ്, റിലാക്സ് ടൈം ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ ഫൺ ടൈമിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. സ്കില്ല് കുറച്ച് കൂട്ടുക എന്നുള്ളൊരു ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ലെസ് ചെയ്യും. നമ്മൾ ഗെയിൻ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ സന്തോഷമാണ്. അപ്പോൾ ഇതിന് 2 വശമുണ്ട് അല്ലേ. നമുക്ക് സ്ട്രെസ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലീഷർ ടൈം അല്ലെങ്കിൽ റിലാക്സ് ടൈം എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പക്ഷേ സെയിം ടൈം എന്താണ്, നമുക്കൊരു വെറുതെ ലേസി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഒരു സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഈ ഫോണിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഈ ഗെയിൻ ചെയ്യുന്നത് ഏതാണ്, ലോസ് ചെയ്യുന്നത് ഏതാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ഗെയിനിനെ കുറിച്ചും ലോസിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഗെയിൻ ചെയ്യുന്നത് ഏതാണെന്നുള്ള ബോധവും ലോസ് ചെയ്യുന്നുള്ള ഏതാണെന്നുള്ള ബോധവും നമുക്ക് ഉണ്ടായാൽ തന്നെ അതിൽ ഒരു റിഗ്രറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ നമുക്കൊരു കൺഫ്യൂഷൻ റിയൽ ടേംസിൽ പറയുകയാണെങ്കിൽ, കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് വേണമെങ്കിൽ സെയിം 2 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, 2 ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ബട്ട് അയാൾ ചോയ്സ് ചെയ്യുന്നത്, അപ്പോൾ അല്ലെങ്കിൽ ആളുടെ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചോയ്സ് എന്താണെന്ന് വെച്ചാൽ ആളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, സെയിം ടൈം ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ബട്ട് ആളുടെ ആഗ്രഹത്തിന് വേണ്ടി അത് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ്, അതൊരു സാറ്റിസ്ഫാക്ഷൻ ഫീലാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ ഒരു നഷ്ടം വരുന്നുണ്ട്, സെയിം ടൈം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ്. ഇത് കുറച്ചും കൂടി നമ്മളുടെ റിയൽ ലൈഫിൽ ഇപ്പോഴത്തെ സിനാരിയോയിൽ കണക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ എന്താ പറഞ്ഞു വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഓരോരുത്തരും അവരുടെ സാറ്റിസ്ഫാക്ഷനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്നറിഞ്ഞ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ വില എന്താണെന്നും നമ്മൾ നേടുന്നതിൻ്റെ വില എന്താണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായാൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കും. അതെല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മാത്രം എനിക്ക് ഈ ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ലാത്തതെന്ന് ചിന്തിക്കുമ്പോൾ, എല്ലാവർക്കും ഓൾ ഷുഡ് ഹാവ് ദി ഫിയർ, അല്ലെങ്കിൽ എല്ലാവർക്കും ഈ ഒരു നഷ്ടബോധം ഉണ്ടാകും. ആ നഷ്ടബോധം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.